ഇവനെ ഡാ ഡാ മാനു എണീക്ക്. വെയില് ചന്തിയിലടിച്ചു. വന്ന് കാപ്പി കൂടി. ഉച്ച വരെ കിടന്നുറങ്ങും. ഇന്നലെ രാത്രി നീ എന്താക്കായിരുന്നു? പാതിരാത്രി വാലോർക്കുന്ന ശബ്ദം കേട്ടനല്ലോ. മൂത്ര കൊഴിച്ചിട്ട് കിടന്നാ പോരാ എനിക്ക്. എപ്പോഴും ഞാൻ പറയുന്ന ഇരുട്ടത്ത് പുറത്തിറങ്ങി പോയരുത്. ഇരുട്ടത്തോ? ഞാനാ? അല്ല പിന്നെ നിന്റെ അന്ന് കൃഷ്ണേട്ടൻ പോയതിന്റെ പിന്നീട് പേടിയാ. എനിക്ക് വന്ന് കാപ്പി കുടിക്ക്. അമ്മേ, അമ്മേ, എന്റെ ബാഗ് എവിടെ? അമ്മേ, അമ്മേ, എന്റെ ബാഗ് എവിടെ? ഇതെടുത്തവൻ എനിക്കറിയണം. തൽക്കാലം ആരും അറിയാതിരിക്കുന്നതാ നല്ലത്. അറിഞ്ഞ ഒരു പക്ഷേ അവള്. ആ മാം, എന്തായിരുന്നു? ആ ഞാൻ വരാം മാം. അളിയ ഡോൺ വെറി, ഏറിയ 2 ദിവസം 3 ഞാൻ ഇറങ്ങും. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ ഇറങ്ങിപ്പോയ പെങ്ങളുടെ ഭർത്താവിന്റെ ഗുണം. നല്ലോണം ഒന്ന് പെരുമാറിയപ്പോ തത്ത പറയുന്ന പോലെ എല്ലാം പറഞ്ഞു. മൂക്കടിച്ച് പഠിപ്പിച്ചാലേ ആരും തത്ത പറയുന്ന പോലെ പറയും. ആയിക്കോട്ടെ. എന്താ മേഡം സംഭവിച്ചത്? ഇവനെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത് വാഹനമോഷണ സംഘത്തിലെ പ്രധാനിയാണ് ഈ ന്യൂജൻ. അങ്ങനൊന്നുമില്ല, കേറി വരുന്നു. ഇവന്റെ പേര് തന്നെ തലതിരിഞ്ഞിട്ടാ, ത്രിവിൻ. എക്സ്ക്യൂസ് മീ മാഡം, ഞങ്ങളുടെ ജനറേഷനെ അങ്ങനെ അപമാനിക്കരുത്. ഇനി ഒരക്ഷരം നീ മിണ്ടിയ നിന്റെ തലമണ്ടയിൽ അടിച്ചു പിടിക്കും കേട്ടടാ. ന്യൂജൻ ചിന്താഗതിയൊക്കെ കൊള്ളാം, പുതിയ വൈബ്രേഷൻസ് ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ആ പേരിൽ ഇമാതിരി കോപ്രായം കാണിക്കുന്നതാണ് പ്രശ്നം. ഈ നാടിനെ നശിപ്പിക്കാനേ ഇതുപോലൊരെണ്ണം മതി. സന്തോഷായില്ലേ? മാഹിന്ന് വാഹനം മോഷ്ടിച്ച് കേരളത്തിൽ വിൽക്കുന്ന കണ്ണുകളിൽ ഒരാളാണ് ഇവൻ. ഒരാളേ ഉള്ളൂ. കേട്ടില്ലേ? എനിക്ക് സമാധാനമല്ല. എന്നിട്ട് നിക്കണുണ്ടാവള്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഇവള് 4 മാസം ഗർഭിണിയാ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ ചെയ്തു. അളിയാ, അളിയനൊരു മാമനാവാൻ പോവുകയാണ്. ചെലവ് ചെയ്യണം. തരാടാ, നീ പുറത്തിറങ്ങല്ലോ, നിനക്ക് തരാടാ ഞാൻ. മോനെ നിർത്ത്. തൽക്കാലം നീ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവൾക്ക് ഇനി ഇവനെ വേണ്ടെന്നാ പറയുന്നത്. ഡാർലിംഗ്, ഞാൻ നന്നായിക്കൊള്ളാം. നന്നാവാനൊരു അവസരം. അയ്യോ പോലെ ഡാർലിംഗ്. അളിയാ, ജാമ്യം കിട്ടുന്നവരെ നോക്കിയാ മതി. പിന്നെ ഞാൻ വന്ന് പൊക്കിക്കോളാം. ജാമ്യം നീ ഇറങ്ങിയാലല്ലേ ഏതൊക്കെ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാഡം, ആ ഫോൺ തരാവോ? എന്തിന്? അല്ല, ഞാൻ ഐ ആം ദ ജയിൽ എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടാനാ. ഇപ്പൊ തന്നെ വേണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് മതി? അയ്യോ, ഇപ്പൊ വേണ്ട, നേരത്തെ കിട്ടിയുള്ളായിരുന്നു. എ സിയും ഇല്ല, എന്തൊരു ചൂട്. അയ്യോ.